ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നട്ടതായ മഞ്ഞൾ ഇന്ന് വിളവെടുക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ പിള്ളച്ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇന്ന് ഞങ്ങളത് വിളവെടുക്കണം. കാരണം ജനുവരി മാസമായി, ഇനി അത് ഇട്ടിരുന്നാൽ തറഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇനി അത് മഞ്ഞൾ പൊടിയാക്കണമെന്നുണ്ടെങ്കിലും ഇനി അടുത്ത വർഷത്തേക്കുള്ള വിളവെടുപ്പിന് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് കിളച്ച് സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ വിളവെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ഈ ഉണങ്ങി കിടക്കുന്നതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കതിനെ കിളച്ചെടുക്കാം. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഞ്ഞൾ നമുക്ക് കിട്ടുന്നുണ്ട്. മഞ്ഞളിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ കിളച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് നമുക്ക് കത്തിക്കാം. മഞ്ഞളിൻ്റെ മുകളിലല്ല, ഇതെല്ലാം കിളച്ചെടുത്തതിന് ശേഷം അടുത്ത കൃഷിക്കായിട്ട് നമ്മളിത് തറ ഒരുക്കുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ മഞ്ഞൾ നടത്തില്ല. മഞ്ഞൾ നട്ട് തറയിൽ വീണ്ടും മഞ്ഞൾ നട്ട് വിളവ് കുറവായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ വേറെ എന്തെങ്കിലും നടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങോട്ട് കത്തിച്ച് കളയണം. അപ്പോൾ നല്ല വിളവ് അടുത്തതിന് കിട്ടും. പപ്പ ലീവിന് വന്നുകൊണ്ട് പപ്പയ്ക്ക് കൂടെ 8ന്റെ പണി കൊടുക്കുക. അല്ലേ ഡേവിന്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. വരുന്നവർക്കെല്ലാം പണി. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടേ. ചെടി നടണോ, കിളയ്ക്കണോ, വെള്ളം ഒഴിക്കണോ. പപ്പ വന്നാൽ പിന്നെ നല്ല സഹായമാണ്. പപ്പ വന്നാലേ നടക്കത്തുള്ളൂ അല്ലേ? നമ്മുടെ മഞ്ഞൾ കുറച്ച് കിളച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിയും പകുതിയോളം കിളയ്ക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് നമ്മൾ കിളച്ചത് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങാനുള്ള പരിപാടിയാണിത്. പുഴുങ്ങുന്ന രീതിയൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൽ പുഴുങ്ങിയാൽ കുർക്കുമിൻ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഉമി കിട്ടുകയെന്നുണ്ടെങ്കിൽ ഉമി ഇട്ടിട്ട് പുഴുങ്ങിയാലും മതി. നമ്മൾ ഇപ്പം കുട്ടത്തിലാണോ ചരുവത്തിലാണോ ഇതിനകത്താണോ പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ലെയറായിട്ട് ഇടുക. എന്ന് വെച്ചാൽ ഒരു ലെയറ് മഞ്ഞൾ, ഒരു ലെയർ ഉമി, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും അതിനകത്ത് എടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കുർക്കുമിൻ നഷ്ടപ്പെടുകയില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ ആ ചൂട് കൊണ്ട്, ഉമിയുടെ ചൂട് കൊണ്ട് നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എപ്പോഴും. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുക്കറിനകത്ത് ആവി കയറ്റിയെടുത്താലും മതി. അപ്പോൾ എനിക്കിപ്പം കുറേ മഞ്ഞളുണ്ടായതുകൊണ്ട് കുക്കറിനകത്ത് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയ കുട്ടം എടുത്തിട്ടാണ് ഞാൻ പുഴുങ്ങുന്നത്. നല്ലപോലെ വൃത്തിക്ക് കഴുകിയിട്ട്, എന്ന് വെച്ചാൽ ഒരു 2 വെള്ളമെങ്കിലും, എൻ്റെ മണ്ണൊക്കെ നല്ലതുപോലെ പോക്കി, മണ്ണും വേരുമൊക്കെ നല്ലതുപോലെ പോക്കിയതിന് ശേഷം 2 വെള്ളമെങ്കിലും കഴുകിയിട്ട് വേണം ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 10 ദിവസം ഇത് ഉണക്കിയെടുക്കണം. ഇത് കൈ കൊണ്ട് ഞെങ്ങുന്ന രൂപത്തിൽ വേണം ഇത്. പിന്നെ ഇതിൻ്റെ പരുവെന്ന് വേവിക്കുന്ന പറയുന്നത് കൈ കൊണ്ട് നമ്മൾ ഞെക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞെങ്ങണം. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. എന്നിട്ട് 10 ദിവസം നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം. അതിനുശേഷം ഇത് പാറപ്പുറത്ത് ഒരു ചാക്കിനകത്തൊക്കെ ഇട്ടിട്ട് കുറേശ്ശായിട്ട് അടിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം നമ്മൾ മാറ്റിക്കളയണം. നമുക്ക് 2 വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട്. 2 വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട്. നല്ലതുപോലെ കൈ കൊണ്ട് അലമ്പി കഴുകണം.
മണ്ണൊക്കെ പോക്കി കളയണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയൊന്നും ഇങ്ങനെയൊന്നും ആരും ചെയ്യത്തൊന്നുമില്ല. അടുത്ത വെള്ളത്തിലോട്ട് വാരിയിട്ട് അതിലൂടെ കഴുകിയെടുക്കാം. രണ്ടാമത്തെ വെള്ളത്തിലൂടെ കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടത്തിനകത്തോട്ട് കൊണ്ടിടാം. നമ്മൾ ഇതിനകത്താണോ വയ്ക്കുന്നത് അതിനകത്ത്. ചരുവാണെങ്കിൽ ചരുവം, കലമാണെങ്കിൽ കലം. എനിക്ക് അടിയിലിടാൻ കുറച്ച് ഉമ്മിയെ കിട്ടിയിട്ടുള്ളായിരുന്നു, കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. നിറയെ വരെ വെച്ചിട്ട് പിന്നെ ഒരു ഉരുളി വെച്ചങ്ങ് കമത്തിയിരുന്നാൽ മതി. അപ്പോൾ ആവി ഉണ്ടെങ്കിൽ വെന്തോളും. ഇതിപ്പോൾ മഞ്ഞളിൻ്റെ മെയിൻ വിത്താണ്. ഇത് ചെറുതിൻ്റെ കൂടെ ഇട്ട് പുഴുങ്ങിയാൽ രണ്ടിൻ്റെയും കൂടെ വേവ് ശരിയാവത്തില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ഇങ്ങനെ പറക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് പുഴുങ്ങിയിട്ട് അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെയിലത്ത് ഇടാനായിട്ട്. പുഴുങ്ങിയിട്ട് കട്ട് ചെയ്യാം. ഇത് രണ്ടും നമുക്ക് വിത്തിന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത് അതിൻ്റെ മെയിൻ വിത്താണ്, ഇത് അതിൻ്റെ ചെറിയ വിത്തുകളും. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്. വിത്തിന് വേണ്ടിയിട്ടുള്ളത് മണ്ണിനടി കിടക്കുന്നേ ഉള്ളൂ. അത് സമയമാകുമ്പോഴേ ഇനി കിളയ്ക്കുന്നുള്ളൂ. അപ്പം രണ്ടാമത്തെ കുട്ടകത്തിൽ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചതേ ഉള്ളൂ. ഇത് ഒരു ട്രിപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടകത്തിൽ വേവിച്ച് വെച്ചിരിക്കുകയാണിത്. നമ്മളിങ്ങനെ വേവിക്കുന്നത് ഇങ്ങനെ ഒടിയാണിത്. ഇങ്ങനെ ആക്കിയാൽ ഇതിങ്ങനെ ഒടിയുന്ന പരുവായിരിക്കണം. കൈ കൊണ്ട് ഞെക്കി നോക്കിയാൽ ഞെങ്ങുന്ന പരുവായിരിക്കണം. ഒരുപാടങ്ങ് ഞെക്കി അളിച്ചു പിടിച്ച് കളയരുത്. ഇങ്ങനെ ഇരിക്കണം. തീയൊക്കെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക. നല്ല 4 വിറവൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ അങ്ങ് നല്ലോണം അങ്ങ് തീ കത്തിക്കോളും. ഇനി കുറച്ച് മാത്രമേ ഉള്ളവർക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്തോ കുക്കറിനകത്തോ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പം എൻ്റെ മെയിൻ വിത്തുകൾ പുഴുങ്ങിയത് നല്ലതുപോലെ 4ആയിട്ട് കീറണം. അതിനെ എങ്കിലും ഇതിനകത്ത് ഉണക്ക് കയറത്തോളം. ഇത് പ്രത്യേകം ഇട്ട് പുഴുങ്ങിയതാണിത്. പത്ത് ദിവസം ഇത് കിടന്ന് ഉണങ്ങണം. ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് അടിക്കണം. ഒരു ചാക്കിനകത്തോ തുണിക്കകത്തോ കെട്ടിയിട്ട് പാറപ്പുറത്തോ കല്ലിൻ്റെ പുറത്തോ ഇട്ടിട്ട് നല്ലതുപോലെ അടിക്കുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം അങ്ങ് പോകും. അപ്പോൾ കാണാൻ നല്ല രസമുള്ള മഞ്ഞളായിരിക്കും അന്നേരം. അപ്പം നല്ല ഉണക്കായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നാലും 10 ദിവസം എത്രയും ഉണങ്ങുന്നോ അത്രയും നാൾ ഈ പൊടി ഇരിക്കും. ഉമ്മിച്ചൊന്നും പോകാതെ ഇരുന്നോളും. നമ്മൾ വേവിച്ച മഞ്ഞളാണിത്. അതെല്ലാം നമ്മൾ ടെറസിൽ കൊണ്ടിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണിത്. ഇനി നടാനുള്ളത് മണ്ണിനടി കിടക്കുന്നേ ഉള്ളൂ. അത് സമയമാകുമ്പോൾ അങ്ങ് പറിച്ച് നടത്തേ ഉള്ളൂ. 6 ദിവസം കൊണ്ട് ഉണങ്ങിയ മഞ്ഞളാണിത്. ഇപ്പോൾ നമ്മളിത് അടിക്കണം. കാരണം ഇത് ഭയങ്കര വെയിലായിപ്പോയി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അടിച്ച് അതിൻ്റെ തൊലിയെല്ലാം പോക്കിക്കളയണം. അതിന് വേണ്ടിയിട്ട് നീക്കിക്കൂട്ടി ഇട്ടിരിക്കുകയാണ്. പാറപ്പുറത്ത് കൊണ്ടിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത്രയും നല്ലതുപോലെ ഉണങ്ങിയ 7 ദിവസമായിട്ട് ഉണങ്ങിയ മഞ്ഞളാണിത്. അപ്പോൾ ഇത് ഞാനൊരു ചാക്കിൽ കെട്ടി അടിക്കണം. ചാക്കെന്ന് വെച്ചാൽ നമ്മൾ അരി മേടിക്കുന്ന സഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തുണി സഞ്ചി ആയാലും ചാക്കിൻ്റെ സഞ്ചിയാണെങ്കിലും അതെല്ലാം നല്ല കട്ടിയുള്ള ടവലിനകത്തോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്ന് വെച്ചാൽ ഞാൻ അടിക്കുന്ന ഒരു പാറപ്പുറത്തിട്ടാണ്. ഈ പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആട്ടുകല്ലാണ്, കമഴ്ത്തി ഇട്ടിരിക്കുകയാണ്. ഇപ്പം അത് ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ യൂസ് ആവട്ടെ. അപ്പം നല്ലതുപോലെ അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇത്രയൊന്നും അടിച്ചാൽ പോരാ. നല്ലതുപോലെ ഇതിൻ്റെ സ്കിന്നെല്ലാം ഇതിൻ്റെ തൊലിയെല്ലാം പോകണം കേട്ടോ. അതിനൊരു ഉമ്മി മാതിരിയുണ്ട്. അതെല്ലാം പോയെങ്കിലും വെക്കും. നമ്മൾ കൈ കൊണ്ട് ഞെടിയാലൊന്നും ഇത് പോകുമല്ല. നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. നമ്മളിത് അടിച്ചു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ സ്കിന്ന് പോകാനായിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും കൂടെ അടിച്ച് പാറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇപ്പം കണ്ടോ അതിൻ്റെ പൊടിയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഉമ്മിയെല്ലാം കിടക്കുന്നുണ്ടല്ലോ.
നമുക്കിത് പാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചാക്കിനകത്ത് അടിച്ച് വെച്ചതായ മഞ്ഞളാണിത്. നമുക്കിത് പാറ്റിയെടുക്കണം. നല്ല ഉമ്മിയുണ്ട് ഇതിനകത്ത്. ചിലർ പറയും കൈ കൊണ്ട് ഇങ്ങ് വെറുതെ ഇങ്ങനെ അങ്ങ് ഞെവിടിയാൽ മതി അതിൻ്റെ സ്കിന്നൊക്കെ പോകുന്നു. ഒരിക്കലും അല്ല. ഇത് നമ്മൾ അടിച്ചെങ്കിൽ മാത്രമേ ഇത് പോവുകയുള്ളൂ. ഇത് നമുക്കൊന്ന് പാറ്റി നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും. കണ്ടില്ലേ? അങ്ങനെ പാറ്റി പാറ്റി എടുത്തന്നെയാണ് ആ കിടക്കുന്നത് മൊത്തം. ഇതിപ്പോൾ 7 ദിവസം ആയപ്പോഴാണ് നമ്മൾ അടിച്ചത്. ഇനിയും ഒരു 3 ദിവസം കൂടെ എങ്കിലും ഇത് ഉണങ്ങണം. ഒരു 10 ദിവസം മിനിമം മഞ്ഞൾ ഉണങ്ങിയിരിക്കണം. എത്രയും നല്ലതുപോലെ ഉണങ്ങുന്നോ അത്രയും നാൾ നമ്മുടെ പൊടി ഇരിക്കും. കണ്ടില്ലേ? ഇത്രയും മഞ്ഞളിൽ നിന്ന് ഇത്രയും വേസ്റ്റ് നമുക്ക് കളയാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോഴതിൻ്റെ തൊലിയൊക്കെ കുറേ പോകും. പിന്നെ മണ്ണൊക്കെ ഉണ്ട്. എത്ര കഴിയുമെന്ന് പറഞ്ഞാലും മണ്ണിൻ്റെ അംശമൊക്കെ കാണും. അതും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. ഇങ്ങനെ ചെയ്താലേ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ മഞ്ഞൾ. അല്ലെങ്കിൽ ഒരുമാതിരി കറുത്തിരിക്കും പൊടിയെടുക്കുമ്പോൾ. ഇതാകുമ്പോൾ നല്ല അടിപൊളി മഞ്ഞപ്പൊടിയായിരിക്കും. അപ്പോൾ എന്തുമാത്രം മഞ്ഞൾ നമ്മൾ ഉണക്കിയതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. കാരണം ഇത് എത്ര ഉണക്കിയാലും ഉണങ്ങുമ്പോൾ ഒട്ടും കാണുകയില്ല. ഇനി നമുക്കിത് പൊടിക്കാൻ പരുവായിട്ട് ഒന്നുകൂടെ പാറ്റി പറക്കി ഇത് പൊടിക്കാനായിട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് ഈ മഞ്ഞളിൻ്റെ വിളവെടുപ്പും അത് പിന്നെ പല ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഉണക്കുന്നത് വരെയുള്ള രീതികളും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അറിഞ്ഞൂടാത്ത കുറേ പേരുണ്ട്. അറിയാവുന്നവരും ഉണ്ട്, അറിഞ്ഞൂടാത്തവരും ഉണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതേപോലെ കൃഷി ചെയ്യുക. ഇതേപോലെ മഞ്ഞളൊക്കെ ഉണക്കി വീട്ടിൽ തന്നെ പൊടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം വിഷമുക്തമായ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഒരു 10-25 മൂടെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് നടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്യട്ടെ. വെറുതെ നമ്മുടെ പറമ്പൊക്കെ കിടക്കുന്നിടത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കുത്തി വെച്ചാൽ മതി. അത് മഞ്ഞളങ്ങ് കിളിച്ചോളും. അതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട, കൂടുതലൊന്നും വേണ്ട. സ്വല്പം വളം കൊടുത്താൽ മതി. അതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ചെയ്തവരാരും ഇനി ചെയ്യേണ്ട, ചെയ്യാത്തവരോടാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ യഥാസമയം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.